ഒരു ഫ്രൂട്ട്സും കസ്റ്റാർഡ് പൗഡറും ഒന്നും ചേർക്കാതെ നാച്ചുറൽ കളറിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഈ ഒരു ചൂടിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ചൂടത്ത് നമ്മൾ മസ്റ്റായിട്ടും കുടിച്ചിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതാ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂവപ്പൊടിയാണ്. ഈ കൂവപ്പൊടി വെള്ളയല്ല കേട്ടോ, ഇത് മഞ്ഞ കൂവയുടെ പൊടിയാണ്. കൂവ പല വിധത്തിലുണ്ടല്ലോ, അപ്പോൾ അതിൽ മഞ്ഞ കൂവയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മഞ്ഞ കൂവയുടെ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഉണ്ടാക്കുമ്പോഴും ആ ഒരു നാച്ചുറൽ കളറിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളക്കൂവയുടെ പൊടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതാ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യത്തിന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ കൂവപ്പൊടിയൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾ തിളപ്പിച്ച് വെച്ചതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് എത്രയാണോ ഇത് ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. വെള്ളം പോലെയൊക്കെ കുടിക്കാൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മളിതിലേക്ക് നമ്മൾ വെള്ളത്തിലേക്കൊക്കെ എടുക്കുന്ന കസ്കസ് കുതിർത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വാനില കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ കുറച്ചും കൂടെ കൂടുതലൊരു ഇഷ്ടമാവും. പിന്നെ ഐസ് ക്യൂബും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡിയായി. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കി കുടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.